ഹായ് ഡിയേഴ്സ്, ഇന്ന് പുതിയൊരു മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള സ്റ്റോൺ ചെയിനും അതുപോലെ തന്നെ നമ്മുടെ സെൻട്രൽ ക്ലിപ്പ് ഉണ്ടല്ലോ, ബാരറ്റ് ക്ലിപ്പ് എന്നൊക്കെ നമ്മൾ പറയും, ആ ടൈപ്പിലുള്ള ഒരു ക്ലിപ്പും പിന്നെ ഇതുപോലെയുള്ള ഫിറ്റിംഗ് സ്റ്റോണുകൾ നമ്മുടെ ഡ്രസ്സിൽ ഹെയർ ക്ലിപ്പിലോ ഒക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫിറ്റിംഗ് സ്റ്റോണൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഹെയർ ക്ലിപ്പാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫിറ്റിംഗ് സ്റ്റോൺ നമുക്ക് പല ഷേപ്പിലും അതുപോലെ തന്നെ പല കളേഴ്സിലും അവൈലബിൾ ആണ്. കുറച്ച് റേറ്റ് ഉണ്ട്, കാരണം അത്യാവശ്യം കുറച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ ബീഡ്സിനേക്കാളൊക്കെ റേറ്റ് വരും. ഫിറ്റിംഗ് സ്റ്റോണിന് കുന്തൻ സ്റ്റോൺ എന്നും പറയാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതുപോലെയുള്ള ഒരു സെൻറ്റർ ക്ലിപ്പിലാണ് ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. സെൻറ്റർ ക്ലിപ്പിൽ ഞാൻ ഓൾറെഡി ഒരു ഡിസൈൻ ചെയ്തിട്ട് അത് എടുത്തു മാറ്റിയതാണ്. അതുകൊണ്ടാണ് എൻ്റെ ഒരു പോളിഷിങ് ഇല്ലാത്ത പോലെ ഒരു മുകൾ ഭാഗം നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്, നമ്മൾ ചെയ്യാനായിട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു ഗമ്മ് B7000 6000 നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഗമ്മ് ഏതാണോ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതിനുശേഷം ഗമ്മ് ഇതേപോലെ ഒരു 2 ലെയറിൽ നമുക്ക് സ്റ്റോൺ ചെയിന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പാകത്തിന് നമ്മൾ എന്ത് ചെയ്യാം, ഗമ്മ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ആ ഒരു സ്റ്റോണ് നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ക്ലിപ്പിൽ ഫിറ്റ് ആവുമോ എന്നുള്ളത് മാത്രമാണ്. പിന്നെ ഗമ്മ് നല്ല ഗമ്മ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെ നമ്മൾ കട്ടിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം പ്രത്യേക ഒരു മെഷർമെൻറ്റിൻ്റെ ആവശ്യം നമുക്ക് അങ്ങനെ ഈ ഒരു ടൈപ്പ് ഹെയർ ആക്സറിയിൽ വരുന്നില്ല. അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് പോലും എന്താ പറയുക, വളരെ എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഹെയർ ആക്സസറിയാണ്. ഓക്കെ, നമ്മൾ ഈ സ്റ്റോൺ ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഇപ്പോൾ സ്റ്റോൺസ് തമ്മിൽ അകലം കൂടുതലാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇതുപോലെ നമുക്ക് അടുപ്പിച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള മെറ്റീരിയൽസോ അല്ലെങ്കിൽ ഹെയർ ആക്സസറീസ് ജ്വല്ലറി ഐറ്റംസ് ഒക്കെ ചെയ്യുന്ന മെറ്റീരിയൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ. നമ്മുടെ കയ്യിൽ മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. അപ്പോൾ ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ദയവ് നിങ്ങൾ കോൾ ചെയ്യരുതെന്ന് പറഞ്ഞാലും ഒരുപാട് പേര് കോൾ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത് കോൾ ചെയ്യരുതെന്ന് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ആ സ്റ്റോണുകൾ തമ്മിലുള്ള അകലം ഉണ്ടല്ലോ, അതിങ്ങനെ കുറച്ച് കൊടുക്കുക. ഓക്കെ, നമ്മുടെ അടുത്ത് ഇതല്ലാതെയും ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതേപോലെയുള്ള ക്ലിപ്പുകളോ അതല്ലാന്നുണ്ടെങ്കിൽ സ്റ്റോൺ ചെയിനൊക്കെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു മോഡലാണ്. ഇപ്പോൾ ഒരു സെൻറ്റർ ക്ലിപ്പിന് പകരം നിങ്ങൾക്ക് അലിഗേറ്റർ ക്ലിപ്പിൽ ഡയറക്റ്റായിട്ട് ഇതേപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മെറ്റൽ ഹെയർ ബോ ഉണ്ടല്ലോ, ഗോൾഡനിൽ വരുന്നത് അല്ലെങ്കിൽ സിൽവറിൽ വരുന്നത്, അതിലും നിങ്ങൾക്ക് ഇതേപോലെ ഈ ഒരു സെയിം വർക്ക് നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അത് ഫസ്റ്റ് ലെയർ കൊടുത്തതിന് ശേഷം നമ്മൾ സെക്കൻഡ് ലെയറും അതേപോലെ സ്റ്റിക്ക് ചെയ്തെടുക്കുക. ഗമ്മ് ഫുള്ളായിട്ട് ഒട്ടിപ്പിടിക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ സ്റ്റോണ് വളഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ നേരാക്കി കൊടുക്കുകയൊക്കെ ചെയ്യണം. സ്റ്റിക്കായി കഴിഞ്ഞാൽ പിന്നെ നമ്മളത് പറിച്ചെടുത്ത് ചെയ്യുമ്പോൾ ഒരു പെർഫെക്ഷൻ കിട്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയറിൽ ചെയ്തതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, ഒരുപാട് അകന്നാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ അടുപ്പിച്ച് ഓരോ ലെയറും ഓരോ സ്റ്റോണും അടുപ്പിച്ച് വെച്ച് കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് പിന്നെ ഇതേപോലെയുള്ള മേക്കിംഗ് വീഡിയോസ് കാണാനും വീഡിയോസ് കണ്ട് ഇങ്ങനെയുള്ള ആക്സസറീസ് ഉണ്ടാക്കിയെടുക്കാനൊക്കെ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ പുതിയ മെറ്റീരിയൽസ് ഒരുപാട് ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മെറ്റീരിയൽസൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മേക്കിംഗ് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്തെങ്കിലും നമ്മൾ ചേഞ്ച് വരുത്തണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഈ ഒരു 2 ലെയറിൽ വരുന്ന സ്റ്റോൺ ചെയിന് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതിൻ്റെ താഴെയായിട്ടാണ് നമ്മൾ ഫിറ്റിംഗ് സ്റ്റോൺ ഇനി ഒട്ടിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത്. അതിനും സെയിം ഗമ്മ് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക, ഒരു ഗമ്മൊന്ന് സ്റ്റിക്ക് ആവുന്നത് വരെ. അതിനുശേഷം അതിൻ്റെ താഴ്ഭാഗത്ത് നമ്മൾ ഇതേപോലെ ഗമ്മ് അപ്ലൈ ചെയ്തതിന് ശേഷം ആ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഫിറ്റിംഗ് സ്റ്റോൺ നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ, ആ ഒരു ഫിറ്റിംഗ് സ്റ്റോണ് ഡയറക്റ്റായിട്ട് ഇതിലോട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ ഓൾറെഡി ആ ക്ലിപ്പിനകത്ത് കുറച്ച് ഗമ്മ് അപ്ലൈ ചെയ്തിട്ട് വേറൊരു പാറ്റേൺ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോണ് സ്റ്റിക്ക് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് അത് ഞാൻ പിന്നെ തിരിച്ചെടുത്തു. അത്ര ഒരു ഭംഗി തോന്നാത്ത കാരണം അതുകൊണ്ടാണ് ഒരു
മുകൾ ഭാഗം അത്ര ഒരു ഫിനിഷിങ് ഇല്ലാതിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്ക്വയർ ഷേപ്പ് ആകുമ്പോൾ പിന്നെ നമുക്ക് വലിയ ടെൻഷനൊന്നുമില്ല. ഡയറക്റ്റായിട്ട് ഇതുപോലെ സ്ക്വയർ ആണെങ്കിലും എന്താ പറയുക, ട്രയാങ്കിൾ ആണെങ്കിലും ത്രികോണത്തിൽ വരുന്നതാണെങ്കിലും അങ്ങനെ വലിയ ടെൻഷനൊന്നും വേണ്ട. ഡയറക്റ്റായിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. റൗണ്ട് ആണെങ്കിലൊക്കെയാണ് മുകൾ ഭാഗത്ത് കുറച്ച് വിസിബിളായിട്ടൊക്കെ ഇരിക്കുകയുള്ളൂ. ഓക്കെ, ഇത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ആ ഒരു ക്ലിപ്പ് മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് ഏറ്റവും സിമ്പിളായിട്ട് 5 മിനിറ്റ് പോലും ഇത് വേണ്ട ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.